തുടങ്ങുന്നത് മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നമ്മുടെ നായകൻ യുവാനെ കാണിച്ചുകൊണ്ടാണ്. അവൻ്റെ അമ്മ മരിച്ചു പോയതുകൊണ്ട് തന്നെ അവൻ്റെ അച്ഛൻ ഹേമന്ത് രണ്ടാമത് വിവാഹം കഴിച്ച മാലിനി എന്ന സ്ത്രീയും ആ വീട്ടിലെ ബാക്കിയുള്ളവരും അവനെ നന്നായിട്ട് ഉപദ്രവിക്കുമായിരുന്നു. യുവാൻ്റെ മുത്തശ്ശൻ ദേവരാജും അച്ഛൻ ഹേമന്തും പിന്നെ അവൻ്റെ അനിയത്തി പലക്കും മാത്രമാണ് അവനോട് സ്നേഹത്തിൽ പെരുമാറിയിരുന്നത്. പിന്നീട് ബന്നിയുടെ എൻട്രിയാണ് കാണിക്കുന്നത്. അവൾ വളരെ ധൈര്യശാലിയായിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. എന്തെങ്കിലും തെറ്റ് കണ്ടാൽ അതിനെതിരെ നന്നായിട്ട് അവൾ പ്രതികരിക്കുമായിരുന്നു. വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അത് ഡെലിവറി ചെയ്ത് അധ്വാനിക്കുന്ന ഒരു പെണ്ണായിരുന്നു അവൾ. അങ്ങനെ ഇരിക്കെ ബന്നി യുവാനെ കണ്ടുമുട്ടിയിട്ട് അവന് അനുഭവിക്കുന്ന വിഷമങ്ങളെല്ലാം കാണുമ്പോൾ അവനെ ഉപദ്രവിക്കുന്ന ആളുകളോട് അവൾ എതിർത്ത് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് യുവാൻ ബന്നിയുടെ ഒപ്പം അമ്പലത്തിലേക്ക് പോയിട്ട് അവിടെ വെച്ച് മാലിനി പറഞ്ഞ ആളുകൾ അവരെ ആക്രമിക്കുന്നതും അതിനുശേഷം യുവാൻ സ്ത്രീകളുടെ ബാത്റൂമിൽ കയറി എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള സ്ത്രീകളെല്ലാം കൂടിയിട്ട് അവനെ ഉപദ്രവിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ബന്നി അവരോട് മാപ്പൊക്കെ പറയുന്നുണ്ട്. അവൻ്റെ അവസ്ഥയെക്കുറിച്ചൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. പിന്നീട് അവിടെ നിന്നിരുന്ന ആരോ ഈ സംഭവങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ ലൈവ് ഇട്ടത് യുവാൻ്റെ വീട്ടിലുള്ള എല്ലാവരും കാണുകയാണ്. മാലിനി ബന്നിയെ നന്നായിട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട്. ശേഷം യുവാനെ തട്ടിക്കൊണ്ടുപോയി എന്ന കേസിന് ബന്നിയെയും യുവാനെയും പോലീസ് പിടിച്ചുകൊണ്ടുപോയിട്ട് യുവാൻ്റെ വീട്ടിൽ തന്നെ എത്തിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ബന്നിയെ കുറ്റപ്പെടുത്തുന്നതും കാണിക്കുന്നുണ്ട്. അപ്പോൾ ആഞ്ചൽ യുവാൻ്റെ ബാഗിലിരിക്കുന്ന ആഭരണങ്ങൾ ശ്രദ്ധിക്കുകയാണ്. യഥാർത്ഥത്തിൽ അത് യുവാൻ്റെ അമ്മയുടേതാവും. അത് വേറെ ആരും എടുക്കാതിരിക്കാൻ വേണ്ടിയാവും അവൻ ആ ബാഗിൽ വെച്ച് നടക്കുന്നുണ്ടാവുക. പക്ഷേ ആഞ്ചൽ അത് ബന്നി അവനെ കൊണ്ട് എടുപ്പിച്ചതാണെന്ന് പറയുമ്പോൾ മാലിനി അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. ബന്നി സത്യങ്ങളെല്ലാം പറയുന്നുണ്ടെങ്കിലും ആരും അതൊന്നും വിശ്വസിക്കുന്നില്ല. ബന്നി യുവാനോട് സത്യം തുറന്നു പറയാൻ വേണ്ടി പറയുമ്പോൾ വിരാജ് അവനെ പേടിപ്പിച്ച് നിർത്തിയതുകൊണ്ട് തന്നെ അവൻ ബന്നി പറഞ്ഞാണ് എടുത്തത് എന്ന് കള്ളം പറയുകയാണ്. അപ്പോൾ ദേവരാജ് ഒഴികെ ബാക്കിയുള്ളവരെല്ലാം അവളെ വഴക്ക് പറയുകയാണ്. അങ്ങനെ അവസാനം ദേവരാജ് ബന്നിയുടെ അടുത്തേക്ക് വന്നിട്ട് നിനക്ക് ഞാൻ ഒരു ദിവസം കൂടി തരാം, നിൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട്. നിന്നെ എനിക്ക് നല്ല വിശ്വാസമാണ്, നീ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇവരുടെ മുന്നിൽ നീ സത്യസന്ധമാണെന്ന് തെളിയിക്കണമെന്ന് പറയുമ്പോൾ ബന്നി ഞാൻ തെളിയിക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ യുവാനും അവളുടെ പിന്നാലെ ഓടുന്നുണ്ട്. അപ്പോൾ അവനെ വിരാജ് തടഞ്ഞു വെക്കുകയാണ്. അപ്പോൾ ബന്നിക്ക് വിരാജിനെ പേടിച്ചിട്ടാണ് യുവാൻ പറഞ്ഞതെന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഈ സീനും കാണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചത്. പുതിയ എപ്പിസോഡിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യുക. അപ്പോൾ ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ യുവാനെ വിരാജ് റൂമിലേക്ക് തള്ളിയിടുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടേക്ക് വിരാജിൻ്റെ ഭാര്യ മാഹിറ വന്നിട്ട് നീ എങ്ങനെയാ വിരാജ് യുവാനെ കൊണ്ട് ബന്നിയാണ് ആ ആഭരണം എടുത്തതെന്ന് പറയിപ്പിച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിരാജ് ആ സീൻ ആലോചിക്കുന്നുണ്ട്. യുവാനെ അവൻ നന്നായിട്ട് ഉപദ്രവിച്ചിട്ട് ബന്നിയാണ് ആ ആഭരണം എടുത്തത് എന്ന് പറഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ അവൻ അനുഭവിക്കുന്ന വേദനയേക്കാൾ ഇരട്ടി വേദന ബന്നി അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് അവൻ യുവാനെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ള ആ ഒരു സീൻ കാണിക്കുന്നുണ്ട്. വിരാജ് ഇതെല്ലാം അവൻ്റെ ഭാര്യയോട് പറയുന്നുണ്ട്. പിന്നീട് ബന്നിയെ കാണിക്കുകയാണ്. ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാം അവൾ വിഷ്ണുവിനോട് പറയുന്നുണ്ട്. ഞാൻ അവർക്കെല്ലാം ഒരു പാഠം പഠിപ്പിക്കും, യുവാനെ അവരിൽ നിന്ന് രക്ഷിക്കുമെന്ന് അവൾ പറയാണ്. പിന്നെ ഹേമന്ത് വീട്ടിലെ എല്ലാവരെയും വിളിച്ചിട്ട് ഈ ആഴ്ചയിൽ തന്നെ യുവാനും നിയതിയുമായിട്ടുള്ള എൻഗേജ്മെൻറ്റ് തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയാണ്. ഇത് കേട്ട് നിയതി മാലിനിയെ നോക്കുന്നുണ്ട്. അപ്പോൾ യുവാൻ്റെ പേരിലുള്ള സ്വത്തിന് വേണ്ടി മാത്രമാണ് അവരിങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ദേവരാജനാണെങ്കിൽ ഇത് തീരെ ഇഷ്ടമായിട്ടുണ്ടാവില്ല. എൻ്റെ മകൻ തന്നോട് ചോദിക്കാതെ യുവാൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ ആൾക്ക് നന്നായിട്ട് സങ്കടം തോന്നുന്നുണ്ട്. പിന്നീട് എൻഗേജ്മെൻറ്റിൻ്റെ തയ്യാറെടുപ്പുകളെല്ലാം അവിടെ നടക്കുകയാണ്. ഇതിനിടയിൽ ദേവരാജിനെ കണ്ട് സന്തോഷത്തോടെ യുവാൻ അടുത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ നിയത്തി അത് തടഞ്ഞിട്ട് ദേവരാജിൻ്റെ അടുത്തേക്ക് പോകണ്ട, പോയാലേ വിരാജ് നിന്നെ അടിക്കുമെന്നെല്ലാം പറഞ്ഞിട്ട് അവനെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. പിന്നീട് നിയത്തി യുവാനോട് അടുക്കാൻ നോക്കുന്നുണ്ട്. ഫുഡൊക്കെ കൊടുക്കാൻ നോക്കുമ്പോൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അവൻ അകലം പാലിച്ച് തന്നെ നിൽക്കുകയാണ്. അതിനുശേഷം പിറ്റേ ദിവസം ബന്നിയുടെ അടുത്തേക്ക് അവൾ ഭക്ഷണം കൊടുക്കാറുള്ള അവളുടെ കസ്റ്റമേഴ്സ് വന്നിട്ട് ഇന്നലെ എന്ത് പറ്റിയതാ, നിന്നെ ഭക്ഷണമായിട്ട് കണ്ടില്ലല്ലോ, ഞങ്ങൾ ഒരുപാട് പേടിച്ചു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് സ്നേഹത്തോടു കൂടെ സംസാരിക്കുന്നുണ്ട്. അവളുടെ ഫോൺ കളഞ്ഞു പോയത് അറിഞ്ഞിട്ട് അവൾക്ക് പുതിയ ഫോണൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അവളുടെ മാമിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. പക്ഷെ ബന്നിയാണെങ്കിൽ നല്ല സന്തോഷത്തിലാവും നിൽക്കുന്നുണ്ടാവുക. അവൾ അവരോട് നന്ദിയൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ബന്നി ദേവരാജിനെ ഫോൺ വിളിച്ചിട്ട് അവളുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് അവളെ സഹായിക്കണം. ആ ഗുണ്ടകൾ ആക്രമിച്ചതിന് പിന്നിൽ വിരാജാണെന്ന് അവൾക്ക് സംശയമുണ്ട്. അതുകൊണ്ട് വിരാജിൻ്റെ ഫോൺ എങ്ങനെയെങ്കിലും കൈക്കലാക്കാൻ സഹായിക്കണമെന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്നത് യുവാനാണ്.
അങ്ങനെ യുവാൻ വിരാജ് അറിയാതെ അവൻ്റെ ഫോൺ എടുത്തിട്ട് ബന്നിക്ക് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന ആ സമയത്ത് തന്നെ വിരാജ് അങ്ങോട്ട് വന്നിട്ട് യുവാനെ നന്നായിട്ട് അടിക്കുകയാണ്. ഇത് കണ്ട് ബന്നി വിരാജിനെ നന്നായിട്ട് അടിച്ച് പഞ്ഞിക്കിടുന്നുണ്ട്. ഏത് നേരവും പന്നിയുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ച് കൂട്ടുകയാണ് നമ്മുടെ വിരാജിൻ്റെ മെയിൻ പണി. അപ്പോൾ എന്നിട്ട് അവൻ്റെ ഫോൺ എടുത്തിട്ട് ഗുണ്ടകൾക്ക് അവൻ അയച്ച മെസ്സേജ് എല്ലാം ആ വീട്ടിലുള്ളവർക്കെല്ലാം ടി വിയിലേക്ക് കണക്ട് ചെയ്തിട്ട് അവൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. വിരാജിനെ കൂട്ടുപിടിച്ചിട്ടാവും മാലിനി എല്ലാം ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ കുടുങ്ങുന്നത് നമ്മുടെ വിരാജ് തന്നെയാണ്. അങ്ങനെ ബന്നിയുടെ നിരപരാധിത്വം എല്ലാവരുടെ മുന്നിലും തെളിയുന്നുണ്ട്. മാത്രമല്ല യുവാൻ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് വിരാജ് അവനെ ഭീഷണിപ്പെടുത്തിയിട്ട് ബന്നിയാണ് ആ ആഭരണം എടുത്ത് എന്നൊക്കെ പറയിപ്പിച്ചില്ലേ, ആ കാര്യമെല്ലാം എല്ലാവരോടും തുറന്നു പറയാണ്. അങ്ങനെ ദേവരാജും ഹേമന്തും അവനെ നന്നായിട്ട് വഴക്ക് പറഞ്ഞിട്ട് ബന്നിയോട് മാപ്പ് പറയിക്കുന്നുണ്ട്. സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് യുവാൻ അടിച്ചിട്ട് യുവാൻ്റെ മേലാകെ മുറിവൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് രക്തം വരുന്നത് ബന്നി കാണുകയാണ്. അപ്പോൾ അവൾ അവൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ദേവരാജ് അവളോട് അവനെ കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ പറയുന്നുണ്ട്. ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വരുന്ന വഴിക്ക് ഇന്ന് ധൈര്യം കാണിച്ച് എല്ലാവരോടും സത്യം തുറന്നു പറഞ്ഞതിൽ യുവാനെ ബന്നി അഭിനന്ദിക്കുന്നുണ്ട്. പിന്നെ ബന്നി അവനോട് എന്നോട് ഇന്ന് ഡോക്ടർ പറഞ്ഞല്ലോ നീ എപ്പോഴും ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ കരയാറുണ്ടെന്ന്, പക്ഷെ ഇന്നെന്താ നീ കരയാതിരുന്നേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നീ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ കരയാതിരുന്നത്, നീ എൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ എനിക്ക് ഒന്നിനെയും പേടിയില്ല, നീ എൻ്റെ സൂപ്പർ ഹീറോയിൻ ആണെന്നെല്ലാം പറയുമ്പോൾ അവൾ ചിരിക്കുന്നുണ്ട്. എന്ത് പ്രശ്നം ഉണ്ടായാലും നീ അത് പരിഹരിക്കുമെന്ന് എനിക്കറിയാം, നിനക്ക് കാണണോ എന്ന് പറഞ്ഞിട്ട് യുവാൻ അവിടെ ഇരിക്കുന്ന ഒരു പൂക്കൊട്ട എടുത്തിട്ട് അതിലെ പൂക്കളെല്ലാം നിലത്തെറിയാണ്. അപ്പോൾ അവിടെ നിൽക്കുന്ന ആൾ യുവാനെ നന്നായിട്ട് വഴക്ക് പറയുമ്പോൾ ബന്നി അയാളോട് സോറി പറഞ്ഞിട്ട് ആ പൂക്കളെല്ലാം പിറക്കാൻ തുടങ്ങാണ്. യുവാൻ ബന്നിയുടെ അടുത്തേക്ക് പോയിട്ട് നീ എന്താ അയാളെ ഡിഷും ഇടിക്കാഞ്ഞ്, എന്തിനാ അയാളോട് സോറിയൊക്കെ പറയാൻ പോയേ എന്ന് പറഞ്ഞ് മുഖം വീർപ്പിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവൾ ഒരു കാരണമില്ലാതെ നമ്മൾ ഒരാളെ അടിക്കാനൊന്നും പാടില്ല, ഇനി നീ ഇങ്ങനെ എന്തെങ്കിലും കാണിച്ചാൽ നിനക്കായിരിക്കും ഡിഷും കിട്ടുക എന്ന് പറഞ്ഞിട്ട് അവനെ വഴക്ക് പറയുകയാണ്. അവൻ മുഖം വീർപ്പിച്ച് പിടിച്ചിരിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് എനിക്ക് ബാരിസ്റ്റർ ബാബു സീനാണ് ഓർമ്മ വന്നത്. അപ്പോൾ അങ്ങനെ ബന്നി അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവനോട് നീ പിണങ്ങാതിരിക്കുക, നിൻ്റെ വീട്ടുകാർ നിന്നെ ഉപദ്രവിക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമൊക്കെ തോന്നാറുണ്ട്, എപ്പോഴും നിൻ്റെ ഒപ്പം നിൽക്കാനൊക്കെ എനിക്ക് തോന്നാറുണ്ടെന്ന് അവൾ പറയുമ്പോൾ യുവാൻ പെട്ടെന്ന് എന്നാൽ നമുക്ക് കല്യാണം കഴിക്കാം, അപ്പം നമുക്ക് ഒപ്പം നിൽക്കാമല്ലോ എന്ന് പറയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് ബന്നി നന്നായിട്ട് ഞെട്ടിയിട്ട് അവൾ ആകെ വല്ലാതെ ആവാണ്. അപ്പോൾ യുവാനാണെങ്കിൽ എന്നോട് എൻ്റെ വീട്ടുകാർ പറഞ്ഞല്ലോ കല്യാണം കഴിച്ചാൽ ഒപ്പം നിൽക്കാം, പരസ്പരം കെയർ ചെയ്യാം, പാർക്കിൽ ഒപ്പം പോവാം, ഒപ്പം കാർട്ടൂണൊക്കെ കാണാം, അപ്പോൾ അതുകൊണ്ട് നമുക്ക് കല്യാണം കഴിക്കാം എന്നൊക്കെ വളരെ നിഷ്കളങ്കമായിട്ട് അവൻ പറയാണ്. അപ്പോൾ പെട്ടെന്ന് ബന്നി ഇത് കേട്ടിട്ട് ചിരിക്കുന്നുണ്ട്. എന്നിട്ട് നിൻ്റെ ഒപ്പം നിൽക്കാൻ എനിക്ക് നിന്നെ കല്യാണം കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല യുവാൻ, ജീവിതകാലം മുഴുവൻ യുവാനും ബന്നിയും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആവുമെന്ന് അവൾ പറയുമ്പോൾ യുവാനും അത് കേട്ടിട്ട് വളരെ സന്തോഷമായിട്ട് ചിരിച്ചിട്ട് അവൾക്ക് കൈ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവർ രണ്ടുപേരും കൂടെ പച്ചക്കറികൾ മേടിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ യുവാൻ അവളോട് ബന്നി നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ, എനിക്ക് പകരം നീ എൻഗേജ്മെൻറ്റ് കഴിക്കോ, എനിക്കൊന്നും വയ്യ അതിന് എൻഗേജ്മെൻറ്റ് കഴിക്കാൻ, നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, സോ നീ കഴിച്ചോ അവളെ എൻഗേജ്മെൻറ്റ് നമ്മൾ പറയുമ്പോൾ അവൾ നീ എന്തൊക്കെയാ യുവാൻ ഈ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ചിരിക്കുകയാണ്. പിന്നീട് യുവാൻ ബന്നിയുടെ കൈ പിടിച്ച് അവനെ തൊട്ട് നീ എന്നെ വിട്ട് പോവില്ല, എപ്പോഴും എൻ്റെ ഒപ്പം ഉണ്ടാകും എന്ന് സത്യം ചെയ്യുമെന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും നിൻ്റെ ഒപ്പം തന്നെ ഉണ്ടാകും, എങ്ങോട്ടും പോവില്ല എന്ന് സത്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ വീട്ടിലെത്തുമ്പോൾ ഹേമന്തും മാലിനിയൊക്കെ വീടിന് പുറത്ത് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഹേമന്ത് യുവാൻ്റെ അടുത്തേക്ക് വന്നിട്ട് നമ്മളെല്ലാവരും കൂടെ ഡൽഹിയിലേക്ക് പോവുകയാണ്, ഇനി ഇങ്ങോട്ടൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്ന് അവനോട് പറയുന്നുണ്ട്. ഇങ്ങനെയൊരു തീരുമാനം ഹേമന്ത് എടുക്കാൻ കാരണം മാലിനി തന്നെയാകും. മാലിനി ദേവരാജിനെ കുറിച്ചൊക്കെ ഓരോ കുറ്റങ്ങൾ ഹേമന്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ നിന്നാൽ യുവാൻ്റെ എൻഗേജ്മെൻറ്റ് നടത്താൻ എന്തായാലും ദേവരാജ് സമ്മതിക്കില്ല, അവൻ്റെ ഭാവിയെക്കുറിച്ചൊന്നും ദേവരാജിനൊരു ചിന്തയുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റം മാത്രമാണ് ആൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അവർ പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ഇത് കേട്ടിട്ട് യുവാൻ അവരോട് ഞാൻ എങ്ങോട്ടും വരില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കൂ എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് കരയാണ്. അപ്പോൾ ഹേമന്ത് ബലം പ്രയോഗിച്ചിട്ട് അവനെ കാറിൽ കയറ്റുന്നുണ്ട്. ഈ സമയം ബന്നി കരഞ്ഞിട്ട് ദേവരാജിൻ്റെ അടുത്തേക്ക് ഓടിയിട്ട് അവരെ എങ്ങനെയെങ്കിലും തടയാൻ വേണ്ടി പറയാണ്. അപ്പോൾ ദേവരാജ് ഓടിയിട്ട് അവരെ തടുത്തിട്ട് എൻഗേജ്മെൻറ്റ് കഴിക്കാൻ വേണ്ടി അനുവാദം കൊടുക്കുമ്പോൾ അവർ പോകാതെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. യുവാൻ ഓടി വന്ന് ദേവരാജിനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. ദിവസങ്ങൾ ഒരുപാട് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. യുവാനും ബന്നിയും കൂടുതൽ അടുത്തു. പക്ഷേ ഇതൊന്നും മാലിനിക്കും നിയതിക്കൊന്നും ഇഷ്ടമാവുന്നുണ്ടാവില്ല. നിയതി ബന്നിയോട് യുവാനിൽ നിന്ന് അകലം പാലിക്കണം, ഞാൻ അവനെ കെട്ടാൻ പോകുന്ന പെണ്ണാണ്, അതുകൊണ്ട് നീ ഇവിടെ വരേണ്ട കാര്യമൊന്നും ഇല്ല എന്നൊക്കെ അവളോട് പറയുന്നുണ്ട്. അപ്പോൾ ബന്നി നീ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ കല്യാണം കഴിഞ്ഞാലും ഞാൻ ഇവിടെ വരും, മാത്രമല്ല യുവാന് ഭക്ഷണം കൊടുക്കുക തന്നെ ചെയ്യുമെന്നൊക്കെ അവളോട് വെല്ലുവിളിക്കുന്നുണ്ട്.
പിന്നീട് നിയതി യുവാന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവനത് കഴിക്കുന്നൊന്നും ഉണ്ടാവില്ല. ബന്നി ബന്നി എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാവും. അപ്പോൾ ബന്നിയുടെ കൈകൊണ്ട് മാത്രം ഭക്ഷണം കഴിക്കുള്ളൂ എന്നുള്ള ആ ഒരു അവസ്ഥയിലാവുകയാണ് അവൻ. സീൻ കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് എൻഗേജ്മെൻറ്റിൻ്റെ റിങ് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ യുവാൻ അവരെല്ലാം ഇത് എൻഗേജ്മെൻറ്റിൻ്റെ റിങ്ങാണ്, ഇത് എൻഗേജ്മെൻറ്റ് ദിവസം നിയതിക്ക് ഇട്ട് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ നേരെ ബന്നിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ആ റിങ് അവൾക്ക് ഇട്ട് കൊടുക്കുകയാണ്. ബന്നി അവനോട് നീ എന്തായി ചെയ്തത്, നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് എല്ലാവരും എന്നോട് ദേഷ്യപ്പെടുന്നത് എന്ന് പറഞ്ഞത് അവന് തിരിച്ചു കൊടുക്കുന്നുണ്ട്. നീ നിയതിയെ തന്നെ വിവാഹം കഴിക്കും, അവളുമായുള്ള നിൻ്റെ എൻഗേജ്മെൻറ്റ് കഴിയുക തന്നെ ചെയ്യും, നീ നിയതിക്കാണ് റിങ് ഇട്ട് കൊടുക്കേണ്ടത്, എനിക്കല്ല എന്ന് അവൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ യുവാൻ കരഞ്ഞിട്ട് ഞാനൊരു പ്രശ്നത്തിൽ പെട്ടാൽ ആരാ എന്നെ രക്ഷിക്കുക, ആരാ എനിക്ക് ഭക്ഷണം തരിക, കഥ പറഞ്ഞു തരിക എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ബന്നി ഞാൻ നിൻ്റെ കൂട്ടുകാരി മാത്രമാണ്, നിയതിയാണ് നിൻ്റെ ഭാര്യ ആകാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ അവൾക്ക് പുറകെ ദേവരാജ് പോയി നടന്നതിനെല്ലാം അവളോട് മാപ്പ് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ബന്നി വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ അവളെ വഴിയിൽ വെച്ച് ഉപദ്രവിക്കാറുള്ള രാജ എന്ന് പേരുള്ള ആ ഗുണ്ടാതലവൻ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അവൾ നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് എന്ന് ചോദിക്കുമ്പോൾ അയാൾ നിൻ്റെ മാമ എൻ്റെ കയ്യിൽ നിന്ന് 3 ലക്ഷം രൂപ കടം വാങ്ങിയിട്ടുണ്ട്, അതിന് പകരം നിന്നെ എനിക്ക് കല്യാണം കഴിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിന്നെ കാണാനാണ് ഞാൻ വന്നത് എന്ന് പറയുമ്പോൾ അവൾ ദേഷ്യത്തിൽ മാമയെ നോക്കുന്നുണ്ട്. എന്നിട്ട് അവനോട് നിന്നെയൊന്നും ഞാൻ വിവാഹം കഴിക്കില്ല, എനിക്കിഷ്ടമുള്ള ആളെ മാത്രമേ ഞാൻ വിവാഹം ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അവനെ തള്ളിയിടുന്നുണ്ട്. ഈ സമയം അവിടേക്ക് ദേവരാജും പലക്കും കൂടെ വരുന്നുണ്ട്. അവിടെ നടക്കുന്നതെല്ലാം അവർ കണ്ടിട്ടുണ്ടാകും. അങ്ങനെ രാജ അവിടെ നിന്ന് പോയതിന് ശേഷം ബന്നി ദേവരാജിനെയും പലക്കിനെയും വീട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ അവർ ശരിക്കും യുവാന ബന്നിക്ക് വിവാഹം കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാനാവും വന്നിട്ടുണ്ടാവുക. പക്ഷെ അവൾക്ക് വിവാഹത്തെക്കുറിച്ച് ഒരുപാട് സങ്കല്പങ്ങളുണ്ട്. യുവാന വെറും ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് മാത്രമാണ് അവൾ കാണുന്നതെന്നൊക്കെ അവിടെ നടന്ന സംഭവങ്ങളിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കിയിട്ട് അവരതിനെക്കുറിച്ചൊന്നും അവളോട് സംസാരിക്കുന്നില്ല. അങ്ങനെ എൻഗേജ്മെൻറ്റിൻ്റെ ദിവസം വന്നിട്ടാണ്. പക്ഷെ യുവാനെ എവിടെ നോക്കിയിട്ടും കാണുന്നുണ്ടാവില്ല. എൻഗേജ്മെൻറ്റ് കൂടാമെന്ന ബന്നിയോട് അവർ എല്ലാവരും ഈ കാര്യം പറയുന്നുണ്ട്. അവസാനം എല്ലാവരും കൂടെ അവനെ അന്വേഷിച്ചിട്ട് ബാത്റൂമിലെ ബാത്ത് ടബിൽ നിന്നാണ് അവനെ കണ്ടുകിട്ടുന്നത്. വേറെ എവിടെയെങ്കിലും ഒളിച്ചിരുന്നാലേ കണ്ടുപിടിക്കൂ എന്ന് വിചാരിച്ചിട്ട് പുള്ളി ബാത്ത് ടബിലാവും ഒളിച്ചിരുന്നിട്ടുണ്ടാവുക. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം അമ്പിളിയുടെ ചിഹ്നമുള്ള യുവാൻ്റെ അമ്മ അവന് കൊടുത്ത ആ സ്റ്റിക്കർ കാണുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവൻ ബഹളം വയ്ക്കുമ്പോൾ അതുപോലെ ഒരെണ്ണം ബന്നി അവൻ്റെ ഡ്രസ്സിൽ തുന്നി പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നീട് എൻഗേജ്മെൻറ്റ് പാർട്ടിയിൽ വെച്ച് യുവാൻ നിർബന്ധിച്ച് ബന്നിയെ ഡാൻസ് കളിപ്പിക്കുമ്പോൾ അവളെ അപമാനിക്കാൻ വേണ്ടി മാലിനി ഇതാ നീ ഡാൻസ് കളിച്ചതിനുള്ള പൈസ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്യാഷ് എടുത്തിട്ട് അവൾക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് അവൾ അപ്പം തന്നെ അവിടെയുള്ള ജോലിക്കാർക്ക് കൊടുത്തിട്ട് നിങ്ങൾ എന്തായാലും മാലിനി മാഡത്തിൻ്റെ വലിയ മനസ്സിന് നന്ദി പറയണം, ഭഗവാനോട് പ്രാർത്ഥിക്കണം എന്നൊക്കെ ഒരു മാലിനിയെ കളിയാക്കുന്ന രീതിയിൽ പറയാണ്. അങ്ങനെ എൻഗേജ്മെൻറ്റിന് റിങ് എക്സ്ചേഞ്ച് ചെയ്യാൻ നിൽക്കുന്ന സമയത്താവും റിങ് കാണാനില്ല എന്നറിയുക. ഇത് യുവാൻ തന്നെയാവും എടുത്തു വെച്ചിട്ടുണ്ടാവുക. ബാക്കിയുള്ളവരെല്ലാം ആ റിങ്ങിന് വേണ്ടിയിട്ട് തെരച്ചിൽ നടത്തുകയാണ്. അപ്പോൾ ബന്നി അവന് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് അവളോട് കണ്ണടയ്ക്കാൻ പറഞ്ഞിട്ട് ആ റിങ് അവൾക്ക് തന്നെ അവൻ ഇട്ട് കൊടുക്കുകയാണ്. കണ്ടതും അവൾ നന്നായിട്ട് ഞെട്ടുന്നുണ്ട്. അപ്പോൾ തന്നെ യുവാൻ എൻ്റെയും ബന്നിയുടെയും എൻഗേജ്മെൻറ്റ് കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ തുള്ളിച്ചാടുമ്പോൾ എല്ലാവരും അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ്. ഇതേ സമയം ബന്നി ആ റിങ് അഴിച്ചു മാറ്റാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിലും പക്ഷെ അത് നല്ല ടൈറ്റ് ആയതുകൊണ്ട് തന്നെ അവൾക്ക് അഴിക്കാൻ പറ്റുന്നുണ്ടാവില്ല. മാലിനിയാണെങ്കിൽ യുവാൻ്റെ സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടി ഇവൾ തന്നെയാകും ഇങ്ങനെയൊക്കെ ചെയ്യാൻ അവനോട് പറഞ്ഞിട്ടുണ്ടാവുക എന്ന് പറഞ്ഞ് അവളെ കുറ്റപ്പെടുത്തുകയാണ്. അവിടെ വന്ന ഗസ്റ്റിന് മുന്നിൽ വെച്ചും മാലിനി അവളെ നന്നായിട്ട് അപമാനിക്കുന്നുണ്ട്. അപ്പോൾ ബന്നി അവരോടെല്ലാം നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. ഞാൻ ആരുടെയും പണവും സമ്പത്തൊന്നും ആഗ്രഹിച്ചിട്ടില്ല, ഇനി ആഗ്രഹിക്കുകയുമില്ല. നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നത് പോലെ ഒരു മോശപ്പെട്ട സ്ത്രീയൊന്നുമല്ല ഞാൻ, സ്വന്തമായി അധ്വാനിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. എനിക്ക് ഇവിടുത്തെ പണമൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ ആ റിങ് അഴിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് യുവാൻ അത് അഴിക്കല്ലേ ബന്നി, ഞാൻ നിന്നെ മാത്രമേ കല്യാണം കഴിക്കൂ എന്ന് പറഞ്ഞ് കരഞ്ഞ് വാശി പിടിക്കുകയാണ്. അപ്പം തന്നെ ഹേമന്ത് അവിടെ വന്നിട്ട് അവനെ നല്ല അടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ട് ബന്നി നിങ്ങളൊരു അച്ഛൻ തന്നെയാണോ, മകന് മാനസികമായിട്ട് പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞിട്ടും അവനെ അടിച്ചില്ലേ, അതിന് പകരം സ്നേഹത്തോടു കൂടെ ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ അവന് മനസ്സിലാകുമായിരുന്നെന്ന് അവൾ പറയാണ്. അത് കേട്ടിട്ട് ഹേമന്തിന് കുറ്റബോധം തോന്നിയിട്ട് ആളവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് ബന്നിയുടെ കയ്യിൽ റിങ് അഴിക്കാൻ എല്ലാവരും കൂടെ നോക്കുമ്പോൾ അതിന് പറ്റുന്നുണ്ടാവില്ല. അവസാനം മാലിനി വേറെ റിങ് കൊടുന്നിട്ട് എൻഗേജ്മെൻറ്റ് നടത്തുകയാണ്. അപ്പോഴും ആ കൊടുന്ന റിങ്സ് വളരെ വലുതായതുകൊണ്ട് തന്നെ അത് 2 പേരുടെ കയ്യിൽ നിന്നും ഊരി താഴെ വീഴുന്നുണ്ട്.
തിരികെ വീട്ടിലേക്ക് പോകുന്ന വഴി ബന്നി പിന്നെയും ആ മോതിരം അഴിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. യുവാൻ നീ എന്തായി ചെയ്തതെന്ന് അവൾ പറയുന്നുണ്ട്. അവളുടെ കൈ ആകെ ചുവന്നിട്ട് അവൻ കിടക്കുന്നുണ്ടാവും. ആ വീട്ടിലുള്ളവരെല്ലാം ആ റിങ് അഴിക്കാൻ വേണ്ടിയിട്ട് അവളുടെ കൈ പിടിച്ചിട്ട് നല്ല വലിയൊക്കെ വലിച്ചിട്ടുണ്ടാവും. ഒരു ദയ ഇല്ലാണ്ടാവും അവർ പെരുമാറിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അവളുടെ കൈ ആകെ ചുവന്നിട്ടാവും ഇരിക്കുന്നുണ്ടാവുക. പിന്നീട് പാർട്ടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ദേവരാജിനോട് യുവാൻ വന്നിട്ട് ബന്നിയെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അവൾ കൂടെയുള്ളപ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്, ധൈര്യം തോന്നാറുണ്ട്. അവൾ എന്നെ എല്ലാ ആൾക്കാരിൽ നിന്ന് തന്നെ രക്ഷിക്കാറുണ്ട്. ആരെങ്കിലുമൊക്കെ എന്നെ ഉപദ്രവിക്കാൻ വന്നാൽ അവളാണ് എൻ്റെ രക്ഷകമായിട്ട് എത്താറ് എന്നൊക്കെ പറഞ്ഞിട്ട് അവളെക്കുറിച്ച് തന്നെ സംസാരിക്കുകയാണ്. അവസാനം ദേവരാജിൻ്റെ മടിയിൽ കിടന്നിട്ട് അവൻ കരയുന്നൊക്കെയുണ്ട്. പിന്നീട് ബന്നി വീട്ടിലെത്തിയതിന് ശേഷം വിഷ്ണു ആ റിങ് എങ്ങനെയൊക്കെയോ ഊരിയിട്ട് അവൾക്ക് കൊടുക്കുന്നുണ്ട്. ആ സീൻ കട്ടായിട്ട് പിന്നെ വിരാജ് യുവാനെ ബെൽറ്റ് കൊണ്ട് അടിക്കുന്നതാണ് കാണിക്കുന്നത്. അടിക്കല്ല അടിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അവൻ നന്നായിട്ട് കരയുന്നുണ്ടെങ്കിലും വിരാജ് ഒരു ദയയും ഇല്ലാതെ അവനെ തലങ്ങും വിലങ്ങും അടിക്കുകയാണ്. അവസാനം അവൻ്റെ രക്ഷയ്ക്ക് എത്തുന്നത് ബന്നി തന്നെയാണ്. ആ റിങ് തിരികെ കൊടുക്കാനാവും അവളവിടെ വന്നിട്ടുണ്ടാവുക. അപ്പം നിയതിയുടെ കയ്യിൽ ആ ബെൽറ്റ് കൊടുത്തിട്ട് വിരാജിനെ അവളെ കൊണ്ട് തന്നെ ബന്നി അടിപ്പിക്കുന്നുണ്ട്. പക്ഷെ യുവാൻ അത് വന്ന് തടയുകയാണ്. എനിക്ക് നന്നായിട്ട് വേദനിച്ചു ഈ ബെൽറ്റ് കൊണ്ട് അടിച്ചപ്പോൾ, അതുപോലെ വിരാജിനും വേദനിക്കില്ലേ, അതുകൊണ്ട് അടിക്കണ്ട എന്നവന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് ബന്നി വിരാജിനോട് പാവം ഇവൻ്റെ മനസാക്ഷി പോലും നിനക്കില്ലാതെ പോയല്ലോ, നിന്നേക്കാൾ എത്രയോ വലിയ ഹൃദയമാണ് യുവാൻ്റെ, ഇവനെ കണ്ട് പഠിക്കുക എന്നവൾ പറയാണ്. അപ്പോൾ വിരാജ് യുവാനെ അടിച്ചതറിഞ്ഞിട്ട് ഹേമന്തും അതുപോലെ മാലിനിയൊക്കെ അവിടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടാവും. ഹേമന്ത് എൻ്റെ മകനെ അടിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ട്, അടിക്കുന്നുണ്ട്. അങ്ങനെ ബന്നി ആ മോതിരം അവർക്ക് തിരിച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ അടുത്ത ദിവസം ബന്നി ഫുഡ് കൊണ്ടുവരുമ്പോൾ നിയതി അവന് ഫുഡ് കൊടുക്കുന്നുണ്ടാവും. യുവാൻ അത് അനുസരണയോടെ മേടിച്ച് കഴിക്കുന്നുണ്ടാവും. അപ്പോൾ ബന്നിയോട് നിയതി നീ പറഞ്ഞ് ഞാൻ വിരാജിനെ അടിച്ചില്ലേ, അതുകൊണ്ട് യുവാൻ ഞാനിപ്പോൾ അവൻ്റെ രക്ഷകയും ബെസ്റ്റ് ഫ്രണ്ടൊക്കെ ആണെന്ന് പറയുന്നുണ്ട്. ശരിക്കും ബന്നി അവിടെ വന്നിട്ട് യുവാൻ അവളുടെ മുഖത്തേക്ക് പോലും ഒന്ന് നോക്കുന്നു പോലും ഉണ്ടാവില്ല. മാത്രമല്ല മാലിനി യുവാന് വേണ്ടിയിട്ട് ഒരു ഷെഫിനെയും ആ വീട്ടിലേക്ക് ജോലിക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവും. അപ്പോൾ ബന്നി എനിക്ക് ഒരുപാട് സന്തോഷമായി, യുവാന് ഞാൻ കുറച്ച് ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്, നിയതി നീ ഇതുകൂടി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അത് തുറക്കാൻ വേണ്ടി നോക്കുമ്പോൾ യുവാൻ എനിക്ക് ഇപ്പോൾ ഒന്നും വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറയുകയാണ്. അപ്പോൾ ബന്നിക്ക് ഒരുപാട് സങ്കടമാവുന്നുണ്ട്. കാരണം ഇത്രയും കാലം അവളുടെ ഭക്ഷണം മാത്രമേ കഴിക്കൂ, അവളുടെ കൈ കൊണ്ട് മാത്രമേ ഭക്ഷണം കഴിക്കൂ എന്ന് പറഞ്ഞിരുന്ന ആൾ പെട്ടെന്ന് ഇങ്ങനെ മാറിയപ്പോൾ അവൾക്ക് ആകെ എന്തോ പോലൊക്കെ ആയിട്ട് നല്ല സങ്കടം വരുന്നുണ്ട്. അവൾ മാറി നിൽക്കുകയാണ്. അപ്പോൾ അവളെ പിന്നെയും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് മാലിനി വന്നിട്ട് നിൻ്റെ ആവശ്യം ഇനി അവനില്ല, ഇനി അവനെ നിയതി നോക്കിക്കോളും, ഇനി നീ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല, വരാനും പാടില്ല എന്ന് പറയുമ്പോൾ ബന്നി സങ്കടത്തോടു കൂടെ കരഞ്ഞിട്ട് അവിടെ നിന്ന് മാറി നിൽക്കുകയാണ്. പിന്നെ പാർട്ടി നടക്കുമ്പോൾ യുവാൻ്റെ അടുത്തേക്ക് പോയിട്ട് ഞാനിനി ഇങ്ങോട്ട് വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് യാത്ര ചോദിക്കുമ്പോൾ ഞാൻ ഫോൺ വിളിച്ചാൽ നീ ഇങ്ങോട്ട് വരണമെന്ന് യുവാൻ പറഞ്ഞിട്ട് നിയതിയുടെ ഒപ്പം പോവാണ്. അങ്ങനെ അവൾ അവിടെ നിന്ന് പോവുകയാണ്. ആ പാർട്ടിക്ക് ഇടയിൽ യുവാൻ്റെ അവസ്ഥ വളരെ മോശമാവുന്നുണ്ട്. ഇത്രയും നേരം നിയതിയോടൊക്കെ അവന് സ്നേഹത്തിൽ നിന്നത് ഒരു മരുന്നിൻ്റെ എഫക്റ്റ് ആവും, മാലിനിയും നിയതിയും കൂടെയാവും അത് അവന് കൊടുത്തിട്ടുണ്ടാവുക. അങ്ങനെ ആ പാർട്ടിക്കിടയിൽ കരഞ്ഞ് നിലവിളിച്ചിട്ട് അവസാനം യുവാൻ തളർന്ന് വീഴുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ആദ്യം ഇത്രയും കാലം സീരിയൽ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരോടൊരു ബിഗ് സോറി തന്നെ പറയാനുണ്ട്. കാരണം ഇത്രയും ലാഗാക്കിയിട്ടാണ് ഞാൻ ഈ പാർട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് തിരക്കിലൊക്കെ ആയിപ്പോയി, എക്സാം പിന്നെ പ്രൊജക്റ്റ് അങ്ങനത്തെ കുറച്ച് തിരക്കുകളിലൊക്കെ പെട്ടുപോയതുകൊണ്ടാണ് ഇത് ഇത്രയും ലാഗായത്. അപ്പോൾ ഇനി എന്നും വീഡിയോസ് ഉണ്ടാവും, എല്ലാ ഡേയ്സും വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് ചോദിക്കുക. എത്രയും പെട്ടെന്ന് തന്നെ ഈ സീരിയൽ തീർക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അടുത്തത് വീര എന്ന സീരിയലാണ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്തിട്ട് പറയുക. പിന്നെ നാഗിൻ 3 എന്ന സീരിയൽ ഒരു ചാനൽ പോയതുകൊണ്ട് തന്നെ പെൻഡിങ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് വേറൊരു ചാനലിലൂടെ എന്തായാലും ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.